അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോഴും പി.വി. അൻവർ എം.എൽ.എ പ്രതീക്ഷയിൽ. തന്റെ യു.ഡി.എഫ് പ്രവേശനത്തിന് അറസ്റ്റ് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. വനം വകുപ്പ് ഓഫീസ് അൻവറിന്റെ അണികൾ അടിച്ചു തകർത്തതും ഇതിനു വേണ്ടി കൂടിയാണ്. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്ന പ്രതിപക്ഷ എം.എൽ.എ എന്ന സന്ദേശമാണ് അൻവർ ഇതിലൂടെ നൽകാൻ ശ്രമിച്ചത്. എന്നാൽ പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസെടുത്ത് അൻവറിനെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ എതിരാളികളെ എല്ലാം പോലീസിനെ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാൻ കള്ളപ്പരാതികൾ കൊടുത്ത അൻവറിന് തീർത്തും തിരിച്ചടിയായി ഈ അറസ്റ്റ് എന്നതാണ് വസ്തുത. അതിനിടെ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും അൻവറിനെ പിന്തുണച്ചു. ഇത് കോൺഗ്രസിലെ 2 പ്രധാന നേതാക്കളുടെ പിന്തുണ തനിക്കൊപ്പമാണെന്ന തിരിച്ചറിവ് അൻവറിന് നൽകുന്നുണ്ട്. ഭാവി രാഷ്ട്രീയത്തെ ശോഭനമാക്കാൻ ഈ 2 നേതാക്കളുടെയും പിന്തുണ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. രൂക്ഷമായ ഭാഷയിലാണ് രമേശ് ചെന്നിത്തലയും സുധാകരനും പ്രതികരിച്ചത്. പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ പി.വി. അൻവറിന്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ ചോദിച്ചു. പണം ഞങ്ങൾ തരും. പൊതുപ്രവർത്തകനും എം.എൽ.എയുമാണ് അദ്ദേഹം. പിടികിട്ടാപ്പുള്ളിയല്ല. അറസ്റ്റിന് പോലീസ് അമിത വ്യഗ്രത കാണിച്ചു. CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡ് അടച്ച് സ്റ്റേജ് കെട്ടിയപ്പോൾ അന്ന് കേസെടുക്കാൻ പോലീസ് മടി കാണിച്ചു. പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉൾപ്പെടെ കണ്ടാൽ അറിയുന്നവർ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് പോലീസ് കാണിക്കാത്ത ആത്മാർത്ഥത അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാണെന്നും സുധാകരൻ പറഞ്ഞു. സുധാകരന്റെ പിന്തുണയിൽ കോൺഗ്രസിലേക്ക് കയറാൻ അൻവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ചില UDF പാരകൾ അതിന് അനുവദിച്ചില്ല. അതിനിടെയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യം അൻവർ സൃഷ്ടിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം വിരുദ്ധത ആരോപിക്കുന്ന അൻവറിന്റെ തന്ത്രവും UDF ക്യാമ്പ് ലക്ഷ്യമിട്ടാണ്. ന്യൂനപക്ഷ വേട്ടയുടെ ഇരയാണ് താനെന്ന് ഇനി അൻവർ ആവർത്തിക്കും. അൻവറിനെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ഭരണകൂട ഭീകരതയാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് രാത്രിയിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും നിലവിലില്ല. അദ്ദേഹം എങ്ങോട്ടും ഒളിക്കാൻ പോകുന്നില്ല. പൊതുമുതൽ നശിപ്പിച്ചുവെന്ന കേസ് രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു വലിയ പ്രശ്നമല്ല. ഇത് മുൻകാലങ്ങളിൽ നടന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ തുടർച്ചയായി സർക്കാർ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വൃത്തികെട്ട മുഖം കാണിക്കുന്ന സംഭവമാണ്. ചെന്നിത്തല പ്രതികരിച്ചു. അതായത് ചെന്നിത്തലയും സുധാകരനും നിലപാട് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മൗനത്തിലായി. മുസ്ലിം ലീഗും പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ല. ചെന്നിത്തലയും സുധാകരനും അനുകൂലിക്കുമ്പോഴും UDFൽ സർവ്വസമ്മതനല്ല അൻവർ എന്നതാണ് വസ്തുത. കോൺഗ്രസുകാരനായിരുന്നു അൻവർ. നിയമസഭാ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് മാറിയ ഗ്രൂപ്പുകാരൻ. കോൺഗ്രസിലുണ്ടായിരുന്നപ്പോൾ ചെന്നിത്തലയായിരുന്നു നേതാവ്. ആ ചെന്നിത്തലയാണ് അതിശക്തമായി വീണ്ടും അൻവറിന്റെ അറസ്റ്റിനെ വിമർശിച്ചത്. ഇത് അൻവറിനെ ചെന്നിത്തല ഇപ്പോഴും പിന്തുണയ്ക്കുന്നുവെന്നതിന് തെളിവാണ്. അൻവർ MLAയെ അറസ്റ്റ് ചെയ്യുമെന്നറിഞ്ഞതോടെ ഒതായിയിൽ അദ്ദേഹത്തിന്റെ വസതിക്കടുത്ത് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. DYSPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം രാത്രി 7:45 തന്നെ വീടിന് പുറത്ത് നിലയുറപ്പിച്ചിരുന്നു. 2 ബസ്സിലും ജീപ്പുകളിലുമൊക്കെയാണ് പോലീസ് സംഘം എത്തിയത്. വീടിന്റെ കവാടത്തിനു മുൻപിൽ 50ഓളം പോലീസുകാർ നിലയുറപ്പിച്ചു. അതേസമയം വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ നിയമോപദേശം തേടി അൻവറും. പക്ഷേ അറസ്റ്റ് തടയാൻ ആ നിയമോപദേശത്തിനായില്ല. 9:20ഓടെ മുറിക്ക് പുറത്തിറങ്ങി. അറസ്റ്റുമായി സഹകരിക്കുമെന്ന് അറിയിച്ചു. ഡോക്ടറെ കണ്ട് ആരോഗ്യ പരിശോധന നടത്തിയ ശേഷം അറസ്റ്റിന് വഴങ്ങാനാണ് തീരുമാനമെന്നും മാധ്യമങ്ങളെ അറിയിച്ചു. MLA ആയതിനാൽ നിയമത്തിന് കീഴടങ്ങുകയാണെന്നും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കാണാമെന്നും വ്യക്തമാക്കി. ക്രിമിനലുകളെ തൊടാൻ പോലീസിന് ഭയമാണ്. ജയിലിൽ നിന്നിറങ്ങി സമരവുമായി മുന്നോട്ടു പോകും. ഗുണ്ടയെ അറസ്റ്റ് ചെയ്യും വിധം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ അറസ്റ്റ്. മോദിക്കെതിരെ പറയുന്ന പിണറായി വിജയൻ അതിലേറെ ഭരണകൂട ഭീകരതയാണ് സൃഷ്ടിക്കുന്നത്. വാ തുറക്കരുതെന്ന സന്ദേശമാണ് ഇതുവഴി നൽകുന്നത്, അൻവർ പറഞ്ഞു. അദ്ദേഹം പോലീസിനൊപ്പം പുറത്തിറങ്ങി. 9:40 പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസിന്റെ വാഹനത്തിൽ കയറാനായി നീങ്ങി. ഇതോടെ അനുയായികൾ മുദ്രാവാക്യം വിളിച്ച് രംഗത്തെത്തി.
പിന്നെ പോലീസിനൊപ്പം പോയി. ആശുപത്രിയിൽ നിന്നും മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക്. മജിസ്ട്രേറ്റ് 14 ദിവസം റിമാൻഡും ചെയ്തു. തവനൂർ ജയിലിലുമായി. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്തതിൽ അറസ്റ്റിലായ അൻവറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ പി വി അൻവർ 1-ാം പ്രതിയാണ്. അൻവർ ഉൾപ്പെടെ 11 പ്രതികളാണുള്ളത്. മറ്റ് 4 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ഇവരെ മഞ്ചേരി സബ് ജയിലിലേക്കാണ് മാറ്റുക. ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്ന് അൻവർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കരുളായി ഉൾവനത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് MLAയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. സമരക്കാർ ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്തുകയറി നാശനഷ്ടങ്ങളുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് നടപടി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.